അക്കാദമിക ഗുണമേന്മയും ഉറപ്പാക്കി പരമാവധി വിദ്യാർത്ഥികളെ ഇവിടെ റിട്ടേൺ ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതാണ് ഇന്ന് കേരള സംസ്ഥാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ പരിശ്രമമാണ് കാഴ്ചവെക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 6000 കോടി രൂപയാണ് കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവാക്കിയിട്ടുള്ളത് എന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് റിവ്യൂവിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ 2000 കോടി രൂപയിൽ പരം തുക അടിസ്ഥാന സൗകര്യ വിപുലീകരണ മേഖലയിൽ മാത്രമായിട്ട് ചെലവാക്കിയിട്ടുള്ളതാണ്. കിഫ്ബി പദ്ധതിയിലൂടെ, റൂസ പദ്ധതിയിലൂടെ, സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നാക് അക്രഡിറ്റേഷന്റെ ഗ്രേഡിങ്ങിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള അക്കാഡമിക് കോംപ്ലക്സുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും എല്ലാം നമ്മളിപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട്. മോഡേണൈസ്ഡ് ആയ ലൈബ്രറികൾ നമ്മുടെ സർവകലാശാലകളിലുണ്ട്. ഇപ്പോൾ കേരള സർവകലാശാലയിലെയും MG യൂണിവേഴ്സിറ്റിയിലെയും ലാബ് കോംപ്ലക്സുകൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികവാർന്ന സംവിധാനങ്ങളായി മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ വില പിടിച്ച ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലബോറട്ടറി എക്യുപ്മെന്റ്സ് നമ്മുടെ സർവകലാശാലകൾക്കുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 250 കോടിയോളം രൂപ ലാബ് എക്യുപ്മെന്റ്സും ലബോറട്ടറി സൗകര്യങ്ങളും വികസിപ്പിക്കാനായിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചെലവാക്കിയിട്ടുണ്ട്. കിഫ്ബി പദ്ധതിയിലൂടെ തന്നെ 250 കോടി രൂപ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. 1822 കോടി കഴിഞ്ഞ ഒരു വർഷക്കാലം ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേരള ഗവൺമെന്റ് വിവിധ സർവകലാശാലകൾക്ക് നൽകിയിട്ടുണ്ട്. മാഡം, ഈ 4 വർഷ ബിരുദം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് മാസമായല്ലോ അതിന്റെ അക്കാഡമി, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എങ്ങനെയാണത് റൺ ചെയ്യുന്നത്? ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടാണോ ഇത് വർക്ക് ചെയ്യുന്നത്? പിന്നെ അല്ല, ഏറ്റവും ഇൻഫ്രാസ്ട്രക്ചർ ഷോർട്ടേജ് പല കോളേജുകളും പറയുന്നു. മൈനർ കോഴ്സുകൾക്ക് പല എക്സ്ട്രാ ക്ലാസ് റൂമുകൾ വേണ്ടി വരുന്നു. ഇനി 4ാമതൊരു വർഷത്തേക്ക് പുതിയ ഒരു എക്സ്ട്രാ ബാച്ച് വരികയാണ്. അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ 4ാമത് വർഷം 4 വർഷം ഉണ്ടല്ലോ ശ്രീരാഗെ. 4 വർഷം കഴിഞ്ഞിട്ടാണ് 4ാം വർഷം വരുന്നത്. ഇപ്പോൾ ഉള്ള സാധാരണഗതിയിൽ 3 വർഷ കോഴ്സ് ചെയ്തിരുന്ന അതേ വിദ്യാർത്ഥികൾ തന്നെയാണല്ലോ ഇപ്പൊ കടന്നു വന്നിട്ടുള്ളത്. 4ാം വർഷമാണ് കൂടുതൽ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അത് തന്നെ 3 വർഷത്തിൽ എക്സിറ്റ് നൽകുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള വിദ്യാർത്ഥികളാണ്. അവർക്ക് പ്രായോഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാണ് പ്രധാനമായും 4ാം വർഷം ഊന്നൽ കൊടുക്കുന്നത്. ഗവേഷണാത്മക പ്രവർത്തനങ്ങളിലോ ഇന്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങളിലോ പ്രൊജക്റ്റ് വർക്കുകളോ ഒക്കെയാണ് അവർ ചെയ്യുക. അതുപോലെ ഫീൽഡ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് സമഗ്ര കരിക്കുലം ഈ 4 ഇയർ UG പ്രോഗ്രാമിന്റെ. പിന്നെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് 1ാം വർഷം തുടങ്ങുമ്പോഴേക്കും എല്ലാ നിലയിലും കുറ്റമറ്റ രീതിയിൽ എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുമോ? ഇതുവരെ കഴിഞ്ഞിടത്തോളം, അതായത് ഫസ്റ്റ് സെമ്മ് പൂർത്തീകരിച്ചു, അതുവരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല നിലയിൽ സ്വീകാര്യതയോടെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോവാണ്. ഏത് പ്രോഗ്രാം ആരംഭിച്ചാലും അതിന് ശൈശവ ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടാവും. ഈ കാര്യത്തിൽ അത്ര പോലും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അതിന് മാനേജ്മെന്റുകളും അതുപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഗവൺമെന്റും അതിന് തയ്യാറാണ്. അതിനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പോസിറ്റീവായ കാര്യം. ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ കലാലയങ്ങളിൽ ഉണ്ടാക്കുന്നതിന് ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് വർദ്ധിപ്പിക്കുമ്പോൾ അതേ അളവിൽ എയ്ഡഡും ഒക്കെ ആയിട്ടുള്ള സ്ഥാപനങ്ങളും ആ രീതിയിൽ വർധനവ് വരുത്തുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾക്ക്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യ ഇന്നത്തെ ഈ 6 മാസക്കാലത്തെ അനുഭവം വളരെ പോസിറ്റീവാണ്.